Good morning, all. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, Miss. Good morning, Miss. Okay. ഇപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് നമ്മൾ എടുത്തത്രയും ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യം വായിച്ചു നോക്കാം. എടുത്തത്രയും ഒന്ന് വായിക്കുക. ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ എല്ലാവരും. ഓർഗനൈസേഷണൽ കോമ്പോണൻസ് ഓഫ് OPD വരെയാണ് നമ്മൾ എടുത്തത്. അവിടെ വരെയല്ലേ? ആണോ? ഓർക്കുന്നുണ്ടോ? കോമ്പോണൻസ് വരെയല്ലേ നമ്മൾ ലാസ്റ്റ് വരെ എടുത്തത്? ഓക്കെ, അവിടെ വരെ ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം. പെട്ടെന്ന് വായിക്കാം കേട്ടോ. ജസ്റ്റ് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വായിക്കാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, വായിച്ചോ? നമുക്കിനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വായിക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവർക്കും കൂടി വേണ്ടിയിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമയം തന്നത്. നെക്സ്റ്റ് ഇപ്പൊ നമ്മള് ഓർഗനൈസേഷണൽ കോമ്പോണൻസ് ഓഫ് OPD വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. മെയിൻ ആയിട്ട് 4 കോമ്പോണൻസ് ആണ് OPD യിൽ വരുന്നത്. മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, സബ്സിഡിയറി സ്റ്റാഫ് ആൻഡ് ക്ലറിക്കൽ സ്റ്റാഫ്. ഓക്കെ, അവിടെ വരെയാണ് പഠിച്ചിട്ടുണ്ടാവുന്ന കരുതുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് OPD യിൽ വരുന്ന പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നെക്സ്റ്റ് നോക്കുന്നത്. അപ്പൊ പ്രോബ്ലംസ് വിത്ത് OPD എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഈ പ്രശ്നങ്ങൾ നമുക്ക് 2 രീതിയിലാണ് പ്രശ്നങ്ങൾ പറയുന്നത്. ഫസ്റ്റ് വൺ ജനറൽ പ്രോബ്ലംസ്, പൊതുവായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുമുണ്ട്. ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ചും കൂടി ചില കാര്യങ്ങൾ മാത്രം എടുത്തു പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നോക്കാം ജനറൽ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന്. പൊതുവായിട്ടുള്ള പ്രോബ്ലംസ് ഇതെല്ലാം നിങ്ങൾ ഈ പ്രോബ്ലംസ് ഞാൻ പറയുമ്പോൾ നാം എല്ലാവരും ഒരുപോലെ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും അല്ലേ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. പോയിന്റ്സ് വായിക്കുമ്പോഴേ ഫസ്റ്റ് പ്രോബ്ലം ആണ് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സിന്റെ എണ്ണത്തിലുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ഡോക്ടേഴ്സ് ഇല്ലാത്തത്. അതായത് ഒരു ഹോസ്പിറ്റലില് ചിലപ്പോൾ ഒരു ഡോക്ടർ ആയിരിക്കാം, 2 ഡോക്ടർ ആയിരിക്കാം. അവിടേക്ക് വരുന്ന പേഷ്യൻസ് മൊത്തം നമ്മള് ആ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി ആയിരിക്കും നിൽക്കുന്നത്. എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇല്ലേ, അങ്ങനെയല്ലേ? ആണോ? ചിലപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഭയങ്കര ക്യൂ ആയിരിക്കും. നമ്മള് എന്താ പറയാ, ക്യൂ റോട്ടിൽ നിന്ന് തന്നെ ക്യൂ ഇങ്ങനെ വന്നിട്ടുണ്ടാകും. ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഗേറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ ക്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും അല്ലെ? അത് എന്തുകൊണ്ടാണ്? ഡോക്ടേഴ്സിന്റെ അഭാവം. ചിലപ്പോൾ 1-2 ഡോക്ടേഴ്സ് അവിടെ അവൈലബിൾ ആയിരിക്കുള്ളൂ. സോ വന്നിട്ടുള്ള എല്ലാ പേഷ്യൻസും ഈ 2 ഡോക്ടേഴ്സിനെ മാത്രം കാണേണ്ടതായിട്ട് വരും അല്ലെ? അപ്പൊ ഒരുപാട് നേരം ക്യൂ നിന്ന് ചിലപ്പോൾ ക്യൂ നിന്ന് രാവിലെ തുടങ്ങി നമ്മൾ ക്യൂ നിന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണുന്നത് ചിലപ്പോൾ ഉച്ചയാകുമ്പോഴായിരിക്കും അല്ലെ? ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ആണോ? നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു പ്രശ്നം? ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് എന്നൊരു പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ടോ? ആരും ചെയ്തിട്ടില്ല. ഒരുപാട് നേരം നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ പെട്ടെന്ന് ഡോക്ടറെ കയറി കണ്ടിട്ട് പോരുകയാണ് ചെയ്യുന്നത്. ഇല്ല അല്ലെ? എപ്പോഴെങ്കിലും, എപ്പോഴല്ല എങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണിത് അല്ലെ? നോക്കാം. ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്.
It is found that there are a large number of patients waiting in front of doctor's room. This is mainly due to insufficient number of doctors to serve as compared to the number of patients who arrives at the clinic. അല്ലെ, അതായത് ഡോക്ടേഴ്സ് റൂമിന്റെ ഫ്രണ്ടിൽ പേഷ്യൻസിന്റെ ഒരു വലിയൊരു ക്യൂ തന്നെ ഉണ്ടാകും. എന്തുകൊണ്ടാണ്? ദിസ് ഇസ് മെയിൻലി ഡ്യൂ ടു ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സിന്റെ ആവശ്യത്തിലധികം ഡോക്ടേഴ്സ് ഇല്ലാത്തത്, ആ ഒരു ഡോക്ടേഴ്സിന്റെ എണ്ണത്തിൽ കുറവ് വരുന്നത് കൊണ്ടാണ് ഇത്രയും ക്യൂ ഇങ്ങനെ നിൽക്കുന്നത്. Then to serve as compared to the number of patients who arrive at the clinic, ആ ഒരു ക്ലിനിക്കിലേക്ക് വരുന്ന പേഷ്യൻസിന്റെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള ഡോക്ടേഴ്സ് അവിടെ അവൈലബിൾ അല്ലാന്ന്, അതിനാലാണ് ഇത്രയും ക്യൂ ഒക്കെ വരുന്നത്. അല്ലെ, ഒരുപാട് പേഷ്യൻസ് വന്നിട്ടുണ്ടാവും. സോ ആ ഒരു ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്ന ഒരു 200-250 പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടർ ആയിരിക്കും ഇരിക്കുന്നത്. സോ ഈ വന്നിരിക്കുന്ന 250 പേര് നോക്കുന്നത് ആരാണ്? ഈ ഒരു ഡോക്ടറാണ്. ഒരു പേഷ്യന്റിനെ നോക്കാൻ അറ്റ്ലീസ്റ്റ് മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് എങ്കിലും എടുക്കും. ഇനി എല്ലാ ഡോക്ടേഴ്സും 10 മിനിറ്റ് എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ചില ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ മരുന്നൊക്കെ കുറിച്ചിട്ട് നമുക്ക് എഴുതി തരും അല്ലെ, അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ചില ഡോക്ടേഴ്സ് എന്നെല്ലാം എന്താ പറയാ, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പറയാനും അല്ലെ, നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങളാണെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പരിശോധനയും കാര്യങ്ങളൊക്കെ ചില ഡോക്ടേഴ്സ് നൽകാറുണ്ട്. സോ അപ്പൊ ഒരു പേഷ്യന്റിനെ ഈ പറഞ്ഞ പോലെ ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചെടുക്കുകയാണെങ്കിൽ ഇത്രയും പേഷ്യൻസിനെ നോക്കുമ്പോഴേക്കും എന്തായിരിക്കും അവസ്ഥ? നമ്മൾ മോർണിംഗിലേക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഉച്ചയായാലും നമുക്ക് ഡോക്ടറെ കാണാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഇതിന്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ആണ്. അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രശ്നം നോക്കാം. ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. ചാപ്റ്റർ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോബ്ലം ആണ് ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ശരിയായിട്ടുള്ളതല്ല, അതായത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അല്ലെ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അപ്പോയിന്റ്മെന്റ് എടുക്കാറുണ്ട്. രണ്ട് രീതിയിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കും. എങ്ങനെയൊക്കെയാണ് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്? നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കില്ലേ? എങ്ങനെയൊക്കെയാണ് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഡോക്ടറെ കാണാൻ പോവാറില്ലേ? എങ്ങനെയാണ് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്? ചിലപ്പോ നമ്മൾ ഫോണിൽ തലേദിവസം എന്തെയും മുൻകൂട്ടി വിളിച്ചിട്ട് ബുക്ക് ചെയ്യും അല്ലെ, ബുക്ക് ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുക്കും. ഇനി അല്ലാത്ത പക്ഷെ എന്ത് ചെയ്യും? ഓൺലൈൻ ഒക്കെ അല്ലാതെ നമ്മള് ഡയറക്റ്റ് പോയിട്ട് നമ്മൾ നേരിട്ട് പോയിട്ട് എന്ത് ചെയ്യും? അപ്പോയിന്റ്മെന്റ് എടുക്കും അല്ലെ. അപ്പോ നോക്കാം, ഇവിടെ പറയുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. ചില ഹോസ്പിറ്റലുകളിൽ ഈ അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിൽ കുറെ പ്രശ്നങ്ങളൊക്കെ വരും. അതായത് ഇപ്പൊ പേഷ്യൻസ് തമ്മിൽ ചിലപ്പോൾ തർക്കങ്ങളൊക്കെ വന്നേക്കാം. ചില ആളുകൾ തലേ ദിവസം വിളിച്ച് ബുക്ക് ചെയ്ത് വന്നിരിക്കുന്നവരുണ്ടാകാം അല്ലെ. ഇനി ചില ആളുകൾ അന്നത്തെ ദിവസം ഏറ്റവും മോർണിംഗ് നേരത്തെ വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് വന്ന് അപ്പോയിന്റ്മെന്റ് എടുത്ത ആളുകളും ഉണ്ടാകും. സോ ചിലപ്പോ ഒരു നമ്പർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് ഓൾറെഡി അപ്പോയിന്റ്മെന്റ് എടുത്ത ആളുടെ നമ്പർ ആയിരിക്കും വിളിക്കുന്നത്. ഇനി ഈ നമ്പർ വിളിക്കുന്ന സമയത്ത് ആളവിടെ ഇല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നെക്സ്റ്റ് അവിടെ ഇരിക്കുന്നത് ആരാണോ അവരെയായിരിക്കും നമ്മൾ കേൾക്കുന്നത് അല്ലെ. അപ്പൊ പലപ്പോഴും അത് ചിലപ്പോ പേഷ്യൻസുകൾക്കിടയിൽ തന്നെ പല പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കും. നമ്മൾ കാണാറില്ലേ, ഹോസ്പിറ്റലിൽ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കും, നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തതാണോ, അല്ലെങ്കിൽ എത്രയാണ് ടോക്കൺ നമ്പർ ചോദിക്കാറില്ലേ? പലപ്പോഴും ഉണ്ടോ? നമ്മൾ പരസ്പരം പുറത്തിരിക്കുമ്പോൾ ചോദിക്കില്ലേ, നിങ്ങൾ നമ്മള് എന്താണ് ബുക്ക് ചെയ്തതാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എടുത്തതാണോ അല്ലെ. പരസ്പരം ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചറിയും അല്ലെ. ഇനി ഏതൊക്കെ തന്നെ കേറുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? പരസ്പരം നമ്മുടെ നമ്പറൊക്കെ ഒന്ന് ചോദിക്കും അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ നോക്കാം, അപ്പോയിന്റ്മെന്റ് patient has no priority over non-appointment patient. അതായത് ഇപ്പൊ അപ്പോയിന്റ്മെന്റ് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത പേഷ്യന്റിനാണെങ്കിലും ഇനി നോൺ അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് വന്ന് ചീട്ട് എടുത്തിട്ടുള്ള പേഷ്യൻസിനാണെങ്കിലും ഈക്വൽ പ്രയോറിറ്റി ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഹോസ്പിറ്റലിൽ. അല്ലാതെ അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യൻസിന് മാത്രം അങ്ങനെ ഒരു പ്രയോറിറ്റി ഇല്ല. രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള പ്രയോറിറ്റി നമ്മൾ കൊടുക്കണം എന്ന്. ഇപ്പോ അതായത് ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ മിക്ക ഹോസ്പിറ്റലുകളും ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 നമ്പർ അപ്പോയിന്റ്മെന്റ് ഓൾറെഡി എടുത്ത 3 നമ്പർ വരെ കേട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഡയറക്റ്റ് വന്ന് എടുത്തിട്ടുള്ള നെക്സ്റ്റ് 3 പേര് ഡയറക്റ്റ് എടുത്തവരെ കേട്ടിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഒരു 3 പേരെ ചിലപ്പോ റിസൾട്ട് കാണിക്കാനൊക്കെ ഉണ്ടാവും അല്ലെ. നമ്മള് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ റിസൾട്ട് കാണിക്കാനൊക്കെ വരും അല്ലെ. സോ റിസൾട്ട് കാണിക്കാൻ വന്നിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരെയും കേട്ടുന്നു. സോ ഈക്വൽ ആയിട്ടുള്ള പ്രയോറിറ്റി ആണ് നമ്മൾ ഹോസ്പിറ്റൽ എപ്പോഴും കൊടുക്കേണ്ടത്. അപ്പോ അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. ആളുകൾ തമ്മിൽ പരസ്പരം
വഴക്കൂടാനൊന്നും ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ല. സോ ലീഗൽ ആയിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യന്റ് ആണെങ്കിലും ഇനി നോൺ ഡയറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വന്ന അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യൻസ് ആണെങ്കിലും രണ്ടുപേർക്കും എന്ത് ചെയ്യാം, ഈക്വൽ പ്രയോറിറ്റി കൊടുക്കാം. This create condition in the clinic during beginning of the day. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുന്ന ഒരു തുടക്കത്തിൽ തന്നെ ആളുകൾ അപ്പോയിന്റ്മെന്റ് എടുക്കാത്തവരും അല്ലെങ്കിൽ ഡയറക്റ്റ് എടുത്തവരും തമ്മിൽ കയറുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ വന്നേക്കാവുന്ന ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ആണെങ്കിൽ അപ്പോൾ അത് മാറാൻ വേണ്ടി എന്ത് ചെയ്യണം, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അപ്പോയിന്റ്മെന്റ് സിസ്റ്റം കൊണ്ടുവരിക. രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്. ഓക്കെ, then മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം അല്ലെ, അതും നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഫേസ് ചെയ്യാറുണ്ട് എല്ലാവരും. മെഡിസിൻ റൂമില് ഡോക്ടറെ കണ്ടു, ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു, ദെൻ മെഡിസിൻ വാങ്ങിക്കാനായിട്ട് ഇന്ന് നമ്മൾ ഫാർമസിയില് പുതിയൊരു സിസ്റ്റം ഉണ്ട് അല്ലേ, മിക്ക ഹോസ്പിറ്റലുകളിലും. ഏതാണ് സിസ്റ്റം? ഫാർമസിയിലും ഒരു ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം വന്നിട്ടുണ്ടോ അല്ലേ? നമുക്ക് ആദ്യം നമ്പർ തരും, നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ടോക്കൺ നമ്പർ അവിടെ ഡിസ്പ്ലേയിൽ മീൻസ് നമ്മുടെ നമ്പർ വിളിച്ചാൽ മാത്രമേ നമുക്ക് മെഡിസിൻ വാങ്ങിച്ചു പോരാനായിട്ട് പറ്റുള്ളൂ. സോ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം, ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ഒക്കെ ചെയ്തിരുന്നിട്ടാണ് നമ്മൾ ഡോക്ടറെ കാണുന്നത് അല്ലെ. അപ്പോ ഇനി ഡോക്ടറെ കാണുന്ന ട്രീറ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മെഡിസിൻ വാങ്ങിക്കണമെങ്കിലും എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഒരുപാട് പേഷ്യൻസ് ഉണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് ടൈം നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. So long waiting time at medicine room. After patients receive the prescription from the clinic counter, patients are directed to the medicine room to remit the fee and receive the medicine. Remit fees അടച്ചിട്ട് നമ്മൾ മെഡിസിൻ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തായിട്ട് ഇരിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ അത് പലപ്പോഴും ചില ആളുകൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരാം. ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം അല്ലെ. ചിലപ്പോൾ ഫിസിക്കലി മെന്റലി ടയർഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാകാം. സോ അവർക്ക് ചിലപ്പോൾ അത്രയും നേരമാണ് വെയിറ്റ് ചെയ്തിരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നേക്കാം. നാലാമത്തെ പ്രോബ്ലം നോക്കാം, ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റി. ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗകര്യങ്ങളുടെ കുറവ് അല്ലെ, മറ്റു എന്തെങ്കിലും ഹോസ്പിറ്റലിൽ സൗകര്യങ്ങളുടെ അഭാവം അല്ലെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആവശ്യത്തിന് ഇരിക്കാനുള്ള ചെയർസ് ഉണ്ടാവില്ല അല്ലെ. ചില ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ ചെയറുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരുപാട് പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഡോക്ടറെ കാണാനാണെങ്കിലും ഒരുപാട് നേരം നിൽക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ പേഷ്യന്റ് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള പേഷ്യന്റ് ആയിരിക്കും അല്ലെ. ചിലപ്പോൾ അത്രയും നേരം ബുദ്ധിമുട്ടുള്ള ഒരു പേഷ്യന്റ് ആയിരിക്കും, ഫിസിക്കലായിട്ട് ടയർഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം വന്നിരിക്കുന്നത്. സോ ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ, അതുപോലെ ഇപ്പൊ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ഇല്ല, അങ്ങനെയുള്ള ടോയ്ലറ്റിന്റെ ഫെസിലിറ്റിയുടെ അഭാവം, അങ്ങനെയുള്ള മറ്റു സൗകര്യങ്ങളുടെ പ്രശ്നങ്ങൾ. അഞ്ചാമത്തെ പ്രോബ്ലം നോക്കാം, ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ കൺസേണിംഗ് ആംബുലേറ്ററി കെയർ. ആംബുലേറ്ററി കെയർ എന്ന് വെച്ചാൽ അറിയാലോ, ഞാൻ പറയണില്ല, അഡ്മിറ്റ് ആവാതെ തന്നെ നമ്മൾ കൊടുക്കുന്ന പരിചരണങ്ങൾ. സോ ഈ ആംബുലേറ്ററി കെയറിൽ ഇൻസഫിഷ്യന്റ് ആയിട്ട് ട്രെയിനിങ് കിട്ടിയ മെഡിക്കൽ പേഴ്സണൽ എന്ന് വെച്ചാൽ എംപ്ലോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി ചെയ്യുന്ന വ്യക്തി, പേഴ്സണൽ അല്ല, വ്യക്തിയല്ല, എംപ്ലോയി അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്. ആംബുലേറ്ററി പ്ലേസസിൽ ശരിയായിട്ടുള്ള ട്രെയിനിങ് ലഭിക്കാത്ത സ്റ്റാഫുകൾ അല്ലെ. നമുക്കറിയാം ചിലപ്പോ ചില സ്റ്റാഫുകൾ നല്ല എക്സ്പീരിയൻസിലുള്ളവരായിരിക്കും, ചിലപ്പോൾ ട്രെയിനിങ് ഒന്നും അധികം ഇല്ലാത്ത സ്റ്റാഫുകൾ ഉണ്ടാവാം. അപ്പൊ അതൊരു പ്രശ്നമാണ് ആണോ? കാരണം അവർക്ക് അറിയില്ല എങ്ങനെയാണ്, നമുക്ക് അവരുടെ പെരുമാറ്റവും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതെങ്കിലും ഒന്നും ട്രെയിനിങ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത സ്റ്റാഫാണെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും അല്ലെ. സോ ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പേഴ്സണൽ ഒരു പ്രോബ്ലം തന്നെയാണ്. ആറാമത്തെ പ്രശ്നം, ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ, poor communication and inadequate understanding of their demands. Fragmentation of care. എന്താ ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിചരണത്തെ നമ്മൾ എന്ത് ചെയ്യുക, വിഘടിക്കുകയാണ്. അതായത് നമ്മൾ ഇപ്പൊ ട്രീറ്റ്മെന്റ് കിട്ടുന്നതിൽ എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ വരിക. എക്സാമ്പിൾ പറയാം കേട്ടോ. അതുപോലെ തന്നെ പ്യുവർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻആഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ഡിമാൻഡ്സ്. പേഷ്യൻസിനോടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിട്ടുള്ളത്. ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിലും നേഴ്സസ് ആണെങ്കിലും അവരുടെ ഡിമാൻഡ്സ് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിന്റെ ആവശ്യങ്ങള്. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഉണ്ടാകും. സോ അവരുടെ പ്രശ്നങ്ങള്, അവരുടെ ഡിമാൻഡ്സിനെ കേൾക്കാതെ വരിക, യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ വരുന്നത്, നമുക്ക് തുറന്ന് ഓപ്പൺ ആയിട്ട് പറയാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത്. ദെൻ ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തരുന്ന പരിചരണത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരിക. എക്സാമ്പിൾ പറയുന്നെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഡോക്ടറെ നമ്പർ കിട്ടിയിരിക്കുന്നത് ഒരു
നമ്മുടെ ടോക്കൺ നമ്പർ ഇട്ടിരിക്കുന്ന ഒരു 10 ആണെന്ന് വിചാരിക്കാം. സോ നമ്മൾക്ക് മുന്നുള്ള നമ്പർ അവിടെ വിളിച്ചു ഓൾറെഡി. നെക്സ്റ്റ് നമ്പർ നമ്മളുടെ ആണ് കേട്ടോ. സോ നമ്മുടെ നമ്പർ വിളിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ഡോക്ടർ ഒരു എമർജൻസി കേസ് വന്നു, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഒരു സർജറി. അപ്പോ എമർജൻസി കേസ് ആയിട്ട് ഡോക്ടർ ചിലപ്പോൾ പോയി, ഡോക്ടർ അവിടുത്തെ മുമ്പിൽ നിന്ന് എണീറ്റു. ചിലപ്പോ ഒരു ആഫ്റ്റർ ഒരു എന്താ പറയാ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഡോക്ടറെ തിരിച്ചു വരികയുള്ളൂ. സോ അങ്ങനെയുള്ള ചില തടസ്സങ്ങളൊക്കെ വരിക അല്ലെ, അതും സ്വാഭാവികമായിട്ടുള്ളതാണ് അല്ലെ. കാരണം എമർജൻസി ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് ചിലപ്പോ സർജറിക്ക് വേണ്ടി പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ ഹൗസിന് പോകും അല്ലെ. കുറച്ചു പേര് ഒരു 10 പേരെ നോക്കിക്കൊണ്ടായിരിക്കും ചിലപ്പോ ഡോക്ടർ എന്ത് ചെയ്യും, റൂംസിലും വാർഡിലോട്ടൊക്കെ എന്ത് ചെയ്യും, ഹൗസിലായിട്ടൊക്കെ പോകും. സോ അപ്പൊ നമ്മളുടെ ആ ഒരു തൊട്ട് മുന്നത്തെ ആ ഒരു തടസ്സങ്ങൾ, നമ്മളുടെ ആ ഒരു തടസ്സം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, ഡോക്ടർ വരും, ട്രീറ്റ്മെന്റ് നമുക്ക് ലഭിക്കും. എങ്കിലും ആ ഒരു ടൈമിൽ വരുന്ന ചെറിയ തടസ്സങ്ങളും പ്രശ്നങ്ങളും. ഓക്കെ, ക്ലിയർ ആണോ? നമ്മളെപ്പോഴും അനുഭവിക്കുന്നതല്ലേ അത്. ഇപ്പൊ ഡോക്ടർ 10 പേരെ നോക്കിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യും, ഒന്ന് റൗണ്ട്സിന് പോകും. റൗണ്ട്സിന് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് റൗണ്ട്സിന് പോയിട്ടായിരിക്കും നെക്സ്റ്റ് അടുത്ത പേഷ്യൻസിനെ വന്ന് നോക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ തടസ്സങ്ങൾ. ഓക്കെ, ഇനി 7ാമത്തെ നോക്കാം. An organizational structure geared to traditional preferences and needs of providers. An organizational structure geared to traditional preference. ഇനി ചില ഹോസ്പിറ്റലുകൾ ഇപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിന് തന്നെയാണ് പ്രിഫറൻസ് കൊടുക്കുന്നതെന്ന്. എങ്ങനെയാ ട്രഡീഷണൽ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഇത് മിക്ക ഹോസ്പിറ്റലുകളിലും അപ്പോ പേഷ്യൻസിന്റെ റെക്കോർഡ് ആണെങ്കിലും നമ്മൾ മെഡിസിൻ വാങ്ങിക്കുന്നതാണെങ്കിലും ഇതെല്ലാം നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയിട്ടുണ്ട്. ആണോ? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡൊക്കെയാണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത് മിക്ക ഹോസ്പിറ്റലുകളിലും. അല്ല, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എങ്ങനെയല്ലേ കാണാറ്? ഇത് നമുക്ക് പണ്ടുള്ള ഫയലിംഗ് സിസ്റ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ, ഇല്ലാന്ന് ഞാൻ തിരിച്ചും പറയാനില്ല. സോ ഇവിടെ പറയുന്നത് ഇപ്പോഴും ഈ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രിഫറൻസ് തന്നെ ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ടെന്ന്. അതൊരു പ്രശ്നമാണെന്ന്. എങ്ങനെയാ അതൊരു പ്രശ്നമായി മാറുന്നത്? അതായത് ഇപ്പോഴും കമ്പ്യൂട്ടറൊന്നും യൂസ് ചെയ്യാതെ, കമ്പ്യൂട്ടറൈസ്ഡ് ആക്കാതെ പേഷ്യൻസിന്റെ ഫയലുകളും ചാർട്ടുകളും തന്നെ ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടെന്ന്. അതൊരു പ്രോബ്ലം ആണെന്ന്. എങ്ങനെയാ അതൊരു പ്രോബ്ലം ആവുന്നത്? എങ്ങനെയാ, എന്താ അതിന്റെ പ്രോബ്ലം? അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഈ പഴയ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്നത് കൊണ്ട്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഫയലുകളും മറ്റും ഫോളോ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഒരു റെസ്പോൺസും ഇല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് കേട്ടോ? ചോദ്യം കേട്ടായിരുന്നോ? ഓക്കെ, ഒരാൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, പ്രോബ്ലം ഉണ്ട്. ഓക്കെ, എന്താണ് പ്രോബ്ലം? നിങ്ങളുടെ മനസ്സിൽ എന്താണ് പ്രശ്നം തോന്നുന്നത്? അങ്ങനെ നമ്മള് പഴയ രീതിയിലുള്ളതാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നതെങ്കിലുള്ള പ്രശ്നം എന്താണ്? പറഞ്ഞോളൂ. നിങ്ങൾ തിയററ്റിക്കൽ ആയിട്ടൊന്നും പറയണ്ട, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞോളൂ. പേഴ്സൺ മിസ്സിംഗ് ആവാൻ ചാൻസ് ഉണ്ട്, ഫയല് മിസ്സിംഗ് ആവുന്നത് അല്ലെ, റെക്കോർഡ് മിസ്സിംഗ് ആവുന്നത്. അതാണ് ഒരൊറ്റ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഈ ഫയലായിരിക്കും, ഫയലിനുള്ളിൽ ഒരുപാട് ഇപ്പോൾ നമ്മുടെ മെഡിസിൻസ്, നമ്മുടെ ടെസ്റ്റുകളുടെ ആണെങ്കിൽ റിപ്പോർട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ എന്താണ് ടൈം ആകും. ഓക്കെ, മെഡിക്കൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ എന്താണ് മിസ്സിംഗ് ആയി പോവാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് പഴയ ഇത് ഇപ്പോഴും പ്രിഫറൻസ് ട്രഡീഷണലി കൊടുക്കുന്നത് ഒരു പ്രശ്നമാണെന്ന്. സോ അതിനർത്ഥം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുക എന്നതാണ്. ലാസ്റ്റ് വൺ, റെസിസ്റ്റൻസ് ടു ചേഞ്ച്. അതായത് ഒരു മാറ്റം വരുത്തുക. അതൊരു മീൻസ് ഈ നമ്മൾ ട്രഡീഷണൽ പ്രിഫറൻസിനൊക്കെ എന്ത് ചെയ്യണം, മാറ്റം വരുത്താന്ന്, റെസിസ്റ്റൻസ് ടു ചേഞ്ച് ചെയ്യാവുന്നത്. ഓക്കെ, അപ്പൊ OPD ഉള്ള ജനറൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം. ഇനി എവിടെയെങ്കിലും മിസ്സായിട്ടുള്ളവർ ശ്രദ്ധിക്കുക, ലേറ്റ് ആയിട്ടുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്, ശ്രദ്ധിക്കാം. ജനറൽ പ്രോബ്ലംസ്, ഒരു OPD സംഭവിക്കുന്ന പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ. ഫസ്റ്റ് പ്രോബ്ലം ആണ് പറഞ്ഞത് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. അതായത് ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്ന പേഷ്യൻസിന്റെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള ഡോക്ടേഴ്സുകൾ ഇല്ല, ഡോക്ടേഴ്സുകളുടെ എണ്ണത്തിലുള്ള അഭാവം. സോ ഡോക്ടേഴ്സിന്റെ റൂമിന്റെ ഫ്രണ്ടിൽ ഒരു ലോങ് ക്യൂ തന്നെയായിട്ട് പേഷ്യന്റ് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരുന്നു. രണ്ടാമതായിട്ട് പറയുന്ന പ്രശ്നം ഇൻഅപ്രോപ്രിയേറ്റ് സിസ്റ്റം, ശരിയായിട്ടുള്ള രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്തത്. സോ നമ്മളോട് പറയുന്നത് അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യന്റിനും ഡയറക്റ്റ് ആയിട്ട് വന്ന് അപ്പോയിന്റ്മെന്റ് ചെയ്ത പേഷ്യന്റിനും ഈക്വൽ കൺസിഡറേഷൻ കൊടുക്കണം. ഓക്കെ,
Then മൂന്നാമതായിട്ട് പറയുന്ന പ്രോബ്ലം ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം. നമ്മൾ പേഷ്യന്റ് ഡോക്ടറെ കണ്ടു, ദെൻ നമ്മൾ മെഡിസിൻ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം നമ്മൾ മെഡിസിൻ റൂമിന്റെ ഫ്രണ്ടിൽ, അതായത് ഫാർമസിയുടെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഇതുപോലെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് വരുന്നു. അതൊരു പ്രോബ്ലം ആണ്. ദെൻ ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്, സൗകര്യങ്ങളുടെ അഭാവം. ചിലപ്പോൾ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്, ചെയർ ഉണ്ടാവില്ല ഇരിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കുടിവെള്ളത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ. Then അഞ്ചാമത്തെ പ്രോബ്ലം ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ കൺസേണിങ് ആംബുലേറ്ററി കെയർ. ആംബുലേറ്ററി കെയർ പേഷ്യൻസിന് കൊടുക്കാനായിട്ടുള്ള മെഡിക്കൽ ഒരു ട്രെയിനിങ് ഇല്ലാത്ത രീതിയിലുള്ള, അതായത് എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത മെഡിക്കൽ സ്റ്റാഫുകൾ, അതൊരു പ്രശ്നമാണ്. Then ആറാമത്തെ പ്രോബ്ലം fragmentation of care, poor communication and inadequate understanding of their demands. അല്ലെ, നമ്മളുടെ പരിചരണത്തിന് മികടിക്കുക, എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരുന്നത്. ദെൻ ഒരു പ്യൂർ കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ പേഷ്യന്റ് ആണെങ്കിലും നഴ്സസും ഡോക്ടേഴ്സും തമ്മിലൊരു കമ്മ്യൂണിക്കേഷന്റെ കുറവ്. ദെൻ അവരുടെ ഡിമാൻഡ്സ്, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാതെ വരുന്നത്. ദെൻ an organizational structure geared to traditional preference and needs of the providers. ഇപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള പ്രിഫറൻസ് ഫോളോ ചെയ്യുന്നത്. Then resistance to change, അതിൽ നിന്നും ഒരു മാറ്റം വരുത്തണം. ഓക്കെ, ഇത്രയുമാണ് ജനറൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും പോയിന്റ്സുകള്? ലേറ്റ് ആയിട്ട് വന്നവരും എവിടെയെങ്കിലും വിട്ടുപോയിട്ടുള്ളവർക്കും വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കി, പ്രോബ്ലംസ് വായിക്കാം. വായിക്കുമ്പോൾ തന്നെ മാക്സിമം നമ്മൾ പഠിച്ചെടുക്കാനും കൂടി ശ്രമിക്കണം കേട്ടോ. ഓക്കെ, വായിച്ചോളൂ. ഫ്രാഗ്മെന്റേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ വിഘടനം, അതായത് ഇങ്ങനെ തടസ്സപ്പെടുക, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടത് വിഘടിച്ചു പോവുക, പെട്ടെന്ന് നമുക്ക് ലഭിക്കാതെ വരിക, അല്ലെങ്കിൽ തടസ്സങ്ങൾ വരിക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് കേട്ടോ. പ്രോപ്പർ മലയാളം ഉണ്ടെങ്കിൽ വിഘടനം എന്നാണ്, വിഘടിക്കുക എന്നാണ്. അത് നമ്മൾ ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് അതിന്റെ മീനിങ്ങില് വിഘടനം അല്ലെങ്കിൽ തടസ്സം, ഇവിടെ പറയുന്നത് തടസ്സങ്ങൾ വരിക എന്നുള്ളൊരു അർത്ഥത്തിലാണ് കേട്ടോ. റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറഞ്ഞാൽ സെവൻത്തിന്റെ കണ്ടിന്യൂവേഷൻ ആണത്. അതായത് നമ്മൾ സെവൻത് പോയിന്റിൽ പറഞ്ഞല്ലോ, ട്രഡീഷണൽ പ്രിഫറൻസ് എന്താണ് സൊല്യൂഷൻ ആണ്. 7ഉം 8ഉം ആണോ ഉദ്ദേശിച്ചത്? സെവൻത് പോയിന്റ് കണ്ടിന്യൂവേഷൻ തന്നെയാണ് 8th. അതായത് ട്രഡീഷണൽ പ്രിഫറൻസിന് പ്രിഫറൻസ് കൊടുക്കുന്നു, ദെൻ അതിൽ ഒരു മാറ്റം വരുത്താണ്. റെസിസ്റ്റന്റ് ചെയ്യാന്ന് വെച്ചാൽ അതിലൊരു മാറ്റം ഉണ്ടാക്കുന്നതാണ്. പോയിന്റ്സ് അതുപോലെ തന്നെ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളത് മനസ്സിലാക്കി പഠിക്കാം, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? വായിച്ചോ? ജനറൽ പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളവരാണെങ്കിൽ വായിച്ച് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ? നെക്സ്റ്റ് വൺ നോക്കാം. അപ്പൊ നമ്മൾ ജനറൽ പ്രോബ്ലംസ് ആണ് നോക്കിയത്, OPD-യിലെ കോമൺ ആയിട്ടുള്ള ജനറൽ പ്രോബ്ലംസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ്, കുറച്ച് ഉള്ളിലുള്ള കാര്യങ്ങൾ, പൊതുവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പഠിച്ചത് പ്രശ്നങ്ങള്. ഇനി നമ്മൾ കുറച്ചും കൂടി ഹോസ്പിറ്റലിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം നോക്കാം, സ്പെസിഫിക് പ്രോബ്ലംസ്. Duties undertaken by the auxiliaries are done hurriedly in order to keep pace with the consultation of doctors. This creates inappropriate documentation. നോക്കാം, വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലായോ? പറയാം. Duties undertaken by the auxiliaries are done hurriedly in order to keep pace with the consultation of doctors. ഇനി അതായത് നമ്മള് ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ ഡോക്ടറിന്റെ റൂമിൽ കയറും അല്ലെ. അപ്പൊ ഡോക്ടറിന്റെ റൂമിൽ ഡോക്ടർ മാത്രമാണോ? ഒരു ഓക്സിലറി, ഒരു സഹായകമായിട്ടൊരു അസിസ്റ്റന്റ് ഉണ്ടാവും, ഒരു നേഴ്സ് ഉണ്ടാവും, ഓക്സിലറി അല്ലെ ഉണ്ടാവോ? കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ഡോക്ടർ മാത്രമാണ് ഇരിക്കുന്നത് ഡോക്ടറിന്റെ റൂമിലെ. നമ്മൾ കഴിക്കാനായിട്ട് നേഴ്സ് ഉണ്ടാവും, അതാണ് ഈ ഓക്സിലറി എന്ന് പറഞ്ഞാല്, ഡോക്ടറിന്റെ സഹായി അല്ലെ, അസിസ്റ്റന്റ് ഉണ്ടാവും. ദെൻ ഇനി നമ്മൾ ഡോക്ടറെ കാണുന്നു, ഡോക്ടർ നമ്മളോട് നമ്മൾ ചികിത്സിക്കുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നു, ഡോക്ടർ നമ്മളോട് കുറെ കാര്യങ്ങളൊക്കെ പറയും. സോ ഈ നേഴ്സ് അപ്പോ എന്ത് ചെയ്യുന്നതായിരിക്കും? അവരെന്തെങ്കിലും കാര്യങ്ങളെങ്കിലും അവർ നോട്ട് ചെയ്യുന്നുണ്ടാകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അവരൊരു ചെറിയൊരു ബുക്കിൽ നോട്ട് ചെയ്യുന്നുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ചുമ്മാ ഡോക്ടർ നമ്മളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളോട് ചികിത്സിക്കുന്നത് നോക്കി വെറുതെ ഇരിക്കുകയാണ് അവർ ചെയ്യുന്നത്? അല്ല അല്ലെ, അവരിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലെ. സോ ഇനി ഈ auxiliaries are done hurriedly in order to keep pace with the consultation of doctor. ഇങ്ങനെ അവർ നോട്ട് ചെയ്യുന്നത് hurriedly, പെട്ടെന്ന്, ധൃതിയിൽ, പെട്ടെന്ന് തിടുക്കത്തിൽ ഇങ്ങനെ നോട്ട് ചെയ്യുമ്പോൾ this creates inappropriate documentation. അവരായി എഴുതുന്ന ഡോക്യുമെന്റേഷൻസിൽ മിസ്റ്റേക്കുകൾ വരാണ്. അതായത് ഡോക്ടർ പറയുമ്പോൾ എന്തെങ്കിലും മെഡിസിന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പോ അത് പെട്ടെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഹറിഡി ആയിട്ടൊക്കെ ശ്രദ്ധിക്കാതെ ശ്രദ്ധയോടുകൂടി നിന്നിട്ട് വേണം അത് നോട്ട് ചെയ്യുവാൻ. ദെൻ ഹറിഡി ആയിട്ട് പെട്ടെന്ന് ഭയങ്കര സ്പീഡിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ എഴുതുന്ന ഡോക്യുമെന്റേഷൻസിൽ മിസ്റ്റേക്ക് വരാം. ചിലപ്പോൾ മേ ബി ഒരു മെഡിസിന്റെ പേരിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഒക്കെ വന്നേക്കാം. സോ അത് കെയർഫുള്ളോട് കൂടി തന്നെ ചെയ്യണം. അതൊരു പ്രോബ്ലം ആണെന്ന്. ഈ ഓക്സിലറീസിന്റെ ശ്രദ്ധ കുറവ് അല്ലെങ്കിൽ അവര് പെട്ടെന്ന് ധൃതിയിലോ പെട്ടെന്ന് തന്നെ ഈ ഒരു ഡോക്യുമെന്റേഷൻ എഴുതുമ്പോൾ ആ ഡോക്യുമെന്റേഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തെ പ്രോബ്ലം, auxiliary staff sometimes misbehave with the patients. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഇനി ചില സമയത്ത് ഈ ഓക്സിലറി സ്റ്റാഫ്, അതായത് ഡോക്ടർക്കൊപ്പം നിൽക്കുന്ന നേഴ്സ് അല്ലെ, സോ അവര് പേഷ്യന്റിനോട് മിസ്ബിഹേവ് ആയിട്ട് പെരുമാറിയിട്ടുണ്ടോ? എല്ലാവരും അങ്ങനെ ഉണ്ടാവില്ല അല്ലെ. ചിലപ്പോ നല്ല നഴ്സുമാരായിരിക്കും. നിവേദിയോട് പെരുമാറിയിട്ടുണ്ട്. നിവേദിയ എങ്ങനെ പെരുമാറിയത്? നിവേദി ഇവിടെ ചോദിച്ചത് എന്തെങ്കിലും ചോദിച്ചപ്പോഴാണോ പെരുമാറിയത്? ജൈനക്കിനടുത്ത് പോയോ? ഓക്കെ, എന്തെങ്കിലും ചോദിച്ചതിന് റിപ്ലൈ തരാതിരിക്കും, അങ്ങനെയാണോ ചെയ്തത്? അങ്ങനെയാണോ? ചിലവരുണ്ട് ഭയങ്കര റൂഡായിട്ട് എപ്പോഴും ഒന്നും ചിരിക്കാത്തൊരു ഫേസ് ഒക്കെ ആയിരിക്കും അല്ലെ. റൂഡായിട്ടൊക്കെ സംസാരിക്കും. പിന്നെ പേഷ്യന്റിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുകയാണല്ലോ. അപ്പൊ ഇവർ ഓരോ പേഷ്യന്റിനെ കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഈ നേഴ്സിനോട് നമ്മൾ ചോദിക്കും, ഇത് എത്രാമത്തെ നമ്പറായി? ചോദിക്കാറില്ലേ നിങ്ങള്? ചോദിക്കാറുണ്ടോ? ഇപ്പൊ ഏത് നമ്പറാ കയറിയത് അല്ലെ? ഞാനും ചോദിക്കാറുണ്ട്, നിങ്ങളും ചോദിക്കാറുണ്ട്. നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ചില നഴ്സുമാരാണെങ്കിൽ എനിക്ക് പറയും അവര് നമ്മളോട് അതൊരു കുഴപ്പമില്ലാതെ സംസാരിക്കും. ചിലവരാണെങ്കിലോ ചിലപ്പോ നമ്മളോട് അങ്ങോട്ട് ഭയങ്കര റൂഡായിട്ട് അവർ സംസാരിക്കും. ഇല്ലേ? സംസാരിക്കാറില്ലേ? ഇത് നിവേദിക്ക് മാത്രമല്ല എല്ലാവർക്കും എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ. സോ ഓക്സിലറി നേഴ്സ് മിസ്ബിഹേവിയർ ആയിട്ട് പേഷ്യൻസിനോട് പെരുമാറുന്നത്. ഓക്കെ, in absence of an appointment system, patients start accumulating even before office time starts, creating long queue patients even before the arrival of doctors. In absence of appointment system, അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിലെ പോരായ്മകൾ, അതായത് ഞാൻ പറഞ്ഞല്ലോ ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നടക്കാതെ വരുമ്പോൾ ബിഫോർ ടൈം, അതായത് OP സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോക്ടർ വരുന്ന സമയത്തിന് മുൻപായിട്ട് തന്നെ
ഡോക്ടറിന്റെ റൂമിന്റെ ഫ്രണ്ടില് ഒരുപാട് നീണ്ട ഒരു ക്യൂ തന്നെ നിൽക്കുക. അപ്പോൾ ചിലപ്പോൾ ശരിയായിട്ടുള്ള രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ് ആയിരിക്കില്ല. ഇതുപോലെ ആളുകൾ ചിലപ്പോൾ ഇടപെട്ട് കയറാനുള്ള പ്രവണതയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചില ആളുകളുണ്ട് ഇടപെട്ടൊക്കെ കയറും കയറാറില്ലേ, അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മൾ കാണാറില്ലേ. പിന്നെ എന്താണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് എന്താണ് പ്രശ്നങ്ങളൊക്കെ ആകും. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ടോ? എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഉണ്ടല്ലേ. തോന്നുന്നു റേഞ്ചിന്റെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം ഇത് നല്ല മഴയായിരുന്നു. മഴയുണ്ടോ നിങ്ങൾക്ക് എല്ലായിടത്തും? അവിടേക്ക് ഉണ്ടോ മഴ എല്ലാവരുടെയും? ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ കണ്ണൂരുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു റേഞ്ചിന്റെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ വരും. ഇനി തീരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോൺ ചെയ്യാം കേട്ടോ. ഓക്കെ. ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ലേ? ഭയങ്കരമായിട്ട് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കട്ടാവുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ല എങ്കിലും ഇൻഫോം ചെയ്യാം. ഇടയ്ക്ക് ആവുന്നുണ്ടല്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നു റേഞ്ചിന്റെ പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല മഴയും നല്ലൊരു അന്തരീക്ഷമാണ് ഇപ്പോ, അല്ലെ? ഓക്കെ, നമ്മുടെ ക്ലാസ്സിലോട്ട് വരാം, നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ശരിയായിട്ടുള്ള രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ല എങ്കിൽ ഇതുപോലെ ഭയങ്കര ഒരു ലോങ് ക്യൂ തന്നെ ആയിരിക്കും. അവിടെ ഇങ്ങനെ ആളുകൾ ഇടക്കിട്ട് കയറുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. Then നാലാമത്തെ പോയിന്റ്, interruptions of consultation or investigation. ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടറെ കാണാനുള്ളതിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരിക, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യാൻ പോകുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ വരിക. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ലബോറട്ടറിയിൽ ടെസ്റ്റിന് ചെന്നു. സോ നമ്മൾ ടെസ്റ്റിന് പോയപ്പോൾ ചിലപ്പോ എന്തെങ്കിലും എക്യുപ്മെന്റ് അവിടെ വർക്ക് ചെയ്യാതെ വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. Then അഞ്ചാമത്തെ പോയിന്റ്, ലാക്ക് ഓഫ് പ്രൈവസി. അതായത് ഒരു പ്രൈവസിയുടെ ഒരു അഭാവം, ഒരു പ്രൈവസി ഇല്ലാതെ വരിക. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ചില ഹോസ്പിറ്റലുകളിൽ, ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ പേഷ്യൻസ് ഒക്കെ കൂടുമ്പോൾ ഇതുപോലെ ഒരു വലിയൊരു ഹാളിലായിട്ടൊക്കെ ഡോക്ടറൊക്കെ ഇരിക്കാറുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും അനുഭവം ഉണ്ടോ പോയിട്ട്? എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അല്ലെ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് തോന്നുന്നു കുറച്ചും കൂടി അങ്ങനെ നമ്മൾ കാണാറ്. അതായത് ഒരു വലിയൊരു ഹാളിൽ ഓപ്പൺ ആയിട്ട് ഡോക്ടർ ഇരിക്കും, പേഷ്യൻസുകൾ അവിടെ ഉണ്ടാവും. പോയിട്ടുണ്ട് അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? ഇപ്പൊ നമ്മൾ ഡോക്ടറിന്റെ അടുത്തൊരു സെപ്പറേറ്റ് റൂം ഒന്നും ആയിരിക്കില്ല, സെപ്പറേറ്റ് റൂം ഒന്നും ഉണ്ടായിരിക്കില്ല. ചിലപ്പോ ഒരു അങ്ങനെ ഒരു ഡോക്ടേഴ്സ് എന്താ പറയാ ഒരു ഹാളായിരിക്കും, അവിടെ ഒരു ഡോക്ടർ ഇരിക്കുന്നുണ്ടാവും. സോ നമുക്ക് പല കാര്യങ്ങളും ഡോക്ടറോട് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. ചിലപ്പോ ഒന്ന് നമ്മള് എന്താ പറയാ പണ്ടുണ്ടായിരുന്നു. ഓക്കെ, ഉണ്ടായിരുന്നു അങ്ങനെ. ഇത് തോന്നുന്നത് കുറച്ചുകൂടി കൂടുതൽ അസുഖം വരുമ്പോൾ പനിയുടെയൊക്കെ ആ ഒരു മഴക്കാലം ഇതൊക്കെ വരുമ്പോഴാണ് അങ്ങനെ പനി ക്ലിനിക്കുകൾ അങ്ങനെയൊക്കെ. അപ്പോൾ കൂടുതലായിട്ട് നമ്മളെ ഡോക്ടറിനെ നമ്മളെ ചികിത്സിക്കാനും നോക്കാനും ഒന്നും സാധിക്കില്ല. നമ്മളൊരു പ്രൈവസിക്ക് ഒരു കുറവ് വരും അല്ലെ. രണ്ടോ മൂന്നോ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാകും. Then ആറാമത്തെ പോയിന്റ്, ഇലിജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ഡോക്ടേഴ്സ് അല്ലെ, ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് അല്ലെ. ഇലിജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സ് എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻസ് വായിച്ചു നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? ശ്രമിക്കാറുണ്ട് അല്ലെ? ശ്രമിക്കാറില്ലേ നമ്മള്? ഇത് എന്ത് മെഡിസിൻ ആണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂന്ന് ഓർത്ത് നമ്മളൊന്ന് പലവട്ടം ശ്രമിച്ചു നോക്കും. ശ്രമിക്കാറുണ്ടോ? ഇതുവരെ നോക്കിയിട്ടില്ല നിങ്ങള്? ശ്രമിക്കാറുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഇംഗ്ലീഷ് എന്താ പറയാ ഏതെങ്കിലും സ്പെല്ലിംഗ് എങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക്? ഒരു സ്പെല്ലിംഗ് പോലും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല ഇല്ലേ? ഇത് ഏത് ലിപിയാണെന്ന് നമ്മൾ ഓർക്കും. മെഡിസിൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആദിത്യ വർക്ക് ചെയ്യുന്നതാണോ, മെഡിക്കൽ ഷോപ്പിലാണോ? ഓക്കെ, മനസ്സിലാവും. നിങ്ങൾ ഈ അടുത്തല്ല കേട്ടോ, എന്താ പറയാ അത് നോക്കിയിരിക്കുന്നതാണ് നല്ലത് അല്ലെ. അമൽജിത്ത്, എന്തിനാ വെറുതെ നോക്കി തലവേദന വരുത്തുന്നത് അല്ലെ? എന്തിനാ മനസ്സിലാക്കാൻ നോക്കിയിട്ട് നമ്മള് മരുന്ന് നോക്കിയാ കഴിക്കുക, അത്രയും മതി അല്ലെ? ഓക്കെ, യെസ്. സോ അപ്പൊ അതൊരു പ്രശ്നമാണെന്നാണ് പറയുന്നത്. പ്രശ്നമല്ലേ, നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോകുമ്പോൾ ഈ ചീട്ട് കൊടുക്കുമ്പോൾ അവര് കൃത്യമായിട്ട് നമുക്ക് മെഡിസിൻ എടുത്ത് തരാറില്ലേ? ഉണ്ടോ? തരാറില്ലേ? അപ്പൊ നമ്മൾ ആലോചിക്കും ഇവരിത് പഠിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കും അല്ലെ. ഇവർക്ക് എങ്ങനെ മനസ്സിലായി, ഇവരിത് പഠിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. പക്ഷെ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് കേട്ടോ അവരത് എടുത്തു തരുന്നത്, അല്ലാതെ അവർ പഠിച്ചിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് ഇന്നലെ
നേഴ്സിന് തന്നെ ഡൗട്ടായി. ശരിയാണ്. ചിലപ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ തന്നെ ചെല്ലുമ്പോൾ അവർക്ക് ഡൗട്ട് വരും. അവർ നമ്മളോട് ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യട്ടോ എന്ന് പറയും ഇല്ലേ? ചിലത് അവർക്ക് തന്നെ ഡൗട്ട് വരും. മെഡിസിൻ ആണല്ലോ, തെറ്റ് വരാൻ പാടില്ല അല്ലെ? നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ അതിൽ തെറ്റ് വരാൻ പാടില്ല. സോ ഒന്നുകൂടി അവരുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് പറയും. അതുപോലെ തന്നെ ഈ അടുത്തല്ല, കുറച്ച് നാൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഭയങ്കര ഫേമസ് ആയിരുന്നു. കണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും? ഭയങ്കര കൃത്യമായിട്ട് നല്ല ഹാൻഡ് റൈറ്റിംഗില് നമുക്ക് അത്യാവശ്യം ഒരു ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ കണ്ടായിരുന്നോ നിങ്ങള്? കുറച്ചുപേര് കണ്ടിട്ടുണ്ട് അല്ലെ? എനിക്ക് തോന്നുന്നു ഞാൻ ഫേസ്ബുക്കിലാണ് കണ്ടത്. അത് പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, എവിടെയുള്ള ഡോക്ടറാണെന്നും ഓർമ്മയില്ല. പ്രിസ്ക്രിപ്ഷൻ കണ്ടായിരുന്നു. ഒക്കെ നല്ല അടിപൊളി നീറ്റ് ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ്. ഒരു കുഞ്ഞു കുട്ടികൾക്ക് പോലും നമുക്ക് പെട്ടെന്ന് അത് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്. സോ അത് പൊതുവെ അല്ലെ എനിക്ക് തോന്നുന്നു ഒരു 25% ഡോക്ടേഴ്സ് മാത്രം അങ്ങനെ അത്രയും മനസ്സിലാകുന്ന രീതിയിൽ പ്രിസ്ക്രിപ്ഷൻസ് എഴുതാറുള്ളൂ. ബാക്കി എല്ലാവരും ഇതുപോലെ ഇലിജിബിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും അല്ലെ? സോ അതൊരു പ്രോബ്ലം തന്നെയാണെന്ന്. ദെൻ ഏഴാമത്തെ പ്രോബ്ലം പോളിഫാർമസി. കേട്ടിട്ടുണ്ടോ പോളിഫാർമസി? അതായത് ഒരു പേഷ്യന്റിന് ഒരുപാട് മെഡിസിൻസുകൾ കൊടുക്കുന്നത്. മെഡിസിൻസുകൾ കൊടുക്കണ്ട എന്നല്ല, എങ്കിലും മാക്സിമം ആ പേഷ്യന്റിന് അത്യാവശ്യമുള്ള മെഡിസിൻസുകൾ മാത്രം കൊടുക്കുകയാണ്. അതായത് ഒരുപാട് മെഡിസിൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആകും അല്ലെ? നമ്മള് സമയമൊക്കെ എഴുതിയിട്ടുണ്ടാകും, ഇത്ര മണിക്ക് അല്ലെങ്കിൽ രാത്രി ഉച്ചയ്ക്ക് എന്നൊക്കെ പറഞ്ഞാൽ എഴുതിയിട്ടുണ്ടാകും, എങ്കിലും അത് കൺഫ്യൂഷൻ വരുത്താനും ചാൻസ് ഉണ്ടെന്ന്. അപ്പൊ അതും ഒരു ചെറിയൊരു പ്രോബ്ലം ആണ്. എട്ടാമത്തെ പ്രോബ്ലം, ക്യൂസ് ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റൈൻഡ്. ഇനി ക്യൂ നിൽക്കുമ്പോൾ ക്യൂ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ വരുന്നത്. അതായത് നമ്മൾ ഡോക്ടറെ കാണാനോ മെഡിസിൻ വാങ്ങിക്കാനൊക്കെ നിൽക്കുമല്ലോ, ക്യൂ ആയിട്ട് നിൽക്കുമ്പോൾ ചില ആളുകൾ ക്യൂ വന്ന് ഇടക്കിട്ട് കയറും. ചിലപ്പോൾ പരിചയക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പ്രൈസ് ആയിട്ടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ ആ ക്യൂവിന്റെ ഇടയിൽ നിൽക്കാറുണ്ടോ നിങ്ങൾ? തന്നെ നമ്മുടെ പരിചയക്കാരെ ഇതൊക്കെ ഫ്രണ്ടിലുണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ ചെല്ലും അല്ലേ? രീതി പോവാറുണ്ട്, സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടോ. ഓക്കെ, പോവാറുണ്ട് അങ്ങനെ. ഫുഡ് കഴിക്കാൻ അമ്പലത്തിൽ പോയാലോ? യെസ്. ഓക്കെ, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. ക്യൂ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്. അതായത് നമ്മൾ ഇടക്കിട്ട് കയറുക നമ്മൾ മലയാളത്തിലാണെങ്കിൽ നമുക്ക് പറയാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നമാണ്. സോ അതിന് മുമ്പ് അവിടെ നിൽക്കുന്ന ആളുകൾ ക്യൂ നമ്മളെപ്പോലെ തന്നെ നേരത്തെ വന്നത് ക്യൂ നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും. സോ നമ്മള് അതുപോലെ നമ്മളുടെ അറിയാവുന്നവരെ പരിചയക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയാണോ? ആണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചില സന്ദർഭത്തില് ശരിയായതാണ്, അങ്ങനെയാണോ പറയാ? അല്ല അല്ലെ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കുക. ഒൻപതാമത്തെ പോയിന്റ്, പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ അറ്റ് ഫാർമസി. അല്ലെ? ചിലപ്പോൾ നമുക്ക് ഡോക്ടർ മെഡിസിൻ എഴുതുമ്പോൾ ഈ എഴുതുന്ന എല്ലാ മെഡിസിനും ഹോസ്പിറ്റലിലും ഫാർമസിയിൽ ലഭിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് മെഡിസിൻ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ ലഭിക്കും, ബാക്കിയുള്ള മെഡിസിൻ വാങ്ങിക്കാനായിട്ട് നമുക്ക് പുറമേ മെഡിക്കൽ ഷോപ്പിൽ പോകേണ്ടതായിട്ട് വരും. അപ്പൊ അത് ചില ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഓൾറെഡി ഹോസ്പിറ്റലിൽ തന്നെ എല്ലാം കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. Then പത്താമത്തെ പോയിന്റ് നോക്കാം. Use of trade name of medicines by doctors creates confusion to patients when different named medicines at the same genre are supplied to the patients. അതായത് നമ്മൾ പേഷ്യൻസിന് ഇപ്പൊ ഡോക്ടേഴ്സ് മെഡിസിൻ എഴുതുമ്പോൾ ട്രേഡ് നെയിം എഴുതുന്നു. അതായത് ഒരു മെഡിസിന് അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റിന് തന്നെ പല രീതിയിലുള്ള പേരുകൾ ഉണ്ടാവും. നമ്മൾ പറയും കമ്പനി വ്യത്യാസം ഉണ്ടാവും എന്ന് പറയും. അപ്പോ നമ്മളിപ്പോ ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്നു, ഇപ്പൊ നിങ്ങൾ നോർമലി കഴിക്കുന്ന ഒരു മെഡിസിൻ തീർന്നിട്ട് നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുകയാണ്. സോ അവര് നമുക്ക് മെഡിസിൻ തരുമ്പോൾ അവര് പറയും കമ്പനി വ്യത്യാസം ഉണ്ട് കേട്ടോ, പക്ഷെ കണ്ടന്റ് ഒക്കെ സെയിം തന്നെയാണെന്ന് പറയും ഇല്ലേ? പറയാറില്ലേ? മെഡിസിൻ ഒന്നും ചേഞ്ച് ഇല്ല, കണ്ടന്റ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ കമ്പനി വ്യത്യാസം വന്നുകൊണ്ട് ചിലപ്പോ ആ മെഡിസിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാനും ഷേപ്പ് ഒക്കെ ഒന്ന് മാറാനൊക്കെ ചാൻസ് ഉണ്ട് ഇല്ലേ? അതുപോലെ ട്രേഡ് നെയിമിൽ മാറ്റം ഉണ്ടാവും. അപ്പോ ഡോക്ടേഴ്സ് എഴുതുമ്പോൾ ശരിയായിട്ടുള്ള നെയിം എഴുതാണ്, ട്രേഡ് നെയിം എഴുതാതിരിക്കുകയാണ്. അപ്പൊ ട്രേഡ് നെയിം എഴുതുമ്പോൾ അത് കഴിക്കുന്ന പേഷ്യൻസിനാണെങ്കിലും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ കറക്റ്റ് ആയിട്ടുള്ള നെയിം ഏതാണോ ആ നെയിം തന്നെ കൃത്യമായിട്ടും എഴുതണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാരസെറ്റാമോൾ എല്ലാവരും കഴിക്കുന്ന മെഡിസിൻ ആണ് അല്ലെ? ഈ പാരസെറ്റാമോളിൽ തന്നെ ഡൈമാഡോൺ എന്നും പറഞ്ഞുണ്ട്, അല്ലെങ്കിൽ ഡൈമാഡോൺ ഉണ്ട്, അതുപോലെ പല പേരുകളുണ്ട്. സോ എക്സാക്ട് നെയിം എന്താണോ അത് യൂസ് ചെയ്യാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ അവർ സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും അല്ലെ? വീട്ടില് അപ്പൊ അമ്മമാരൊക്കെ ഉണ്ടാവില്ലേ?
അപ്പോ സ്ഥിരമായിട്ട് കഴിക്കുന്നവരുണ്ടാകും. അപ്പൊ ചിലപ്പോ മെഡിസിൻ കഴിഞ്ഞിട്ട് നമ്മൾ പുതിയത് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിക്കുമ്പോൾ ചിലപ്പോ കമ്പനി വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ചിലപ്പോ കളറിൽ വ്യത്യാസം ഉണ്ടാവും, ചിലപ്പോ ഷേപ്പ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ടാകും. അവർ കഴിക്കുമോ? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർ കഴിക്കാൻ കൂട്ടാക്കാറുണ്ടോ? ഉണ്ടോ? അവര് പറയുന്നതല്ല, അവർക്ക് ഭയങ്കര പേടിയാ അല്ലെ? അവർ കഴിക്കില്ല. അവര് പറയും ഈ കളറല്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇരുന്നിരുന്നത്, ഈ ഷേപ്പ് അല്ലല്ലോ എന്ന് പറയും അല്ലെ? എന്തുകൊണ്ടാണ്? അവർക്ക് അതിൽ ഒരു വിശ്വാസം ഇല്ലായ്മയാണ് അല്ലെ? അപ്പൊ നമ്മൾ പറയും അത് എന്താണ്, കണ്ടന്റ് അത് തന്നെയാണ്, മെഡിസിൻ ഒന്നും മാറിയിട്ടില്ല, അത് കമ്പനി വേറെ ആയതുകൊണ്ടാണ് കളർ ചേഞ്ച് വന്നത്. എങ്കിൽ പോലും അവർ എന്ത് ചെയ്യും? അവര് മാക്സിമം കഴിക്കില്ല. എന്തുകൊണ്ടാണത്? ആ പ്രോപ്പർ ആയിട്ടുള്ളത് അത് ശീലിച്ചു പോയി അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഡോക്ടേഴ്സ് എഴുതുമ്പോൾ ട്രേഡ് നെയിം ഒന്നും എഴുതാതെ കറക്റ്റ് ഏത് മെഡിസിൻ ആണോ ആ നെയിം തന്നെ എഴുതാം. മറ്റു നെയിമുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പേഷ്യൻസിന് കൺഫ്യൂഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇടയ്ക്ക് കട്ടാവുന്നുണ്ടോ? റംസീന, റേഞ്ചിന്റെ ഇഷ്യൂ ആണോ? കട്ടാവുന്നുണ്ട്. ഓക്കെ ഓക്കെ, ജസ്റ്റ് ഒന്ന് അത്രയും പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാമോ? മഴയുണ്ട്. ഓക്കെ, റേഞ്ചിന്റെ ഇഷ്യൂസ് ആയിരിക്കും കേട്ടോ. നല്ല മഴയുണ്ട് അല്ലെ? ഓക്കെ ഓക്കെ, റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, ഒന്ന് രണ്ട് പേർക്ക് ബ്രേക്ക് ആവുന്നുണ്ട്, കട്ട് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തോന്നണേ കുറച്ചും കൂടി റേഞ്ച്, നിങ്ങൾ ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് റേഞ്ച് ഉള്ള ഒരു ഏരിയയിലോട്ട് ഒന്ന് ചേഞ്ച് ആയിട്ടൊക്കെ ഇരുന്ന് നോക്കാമോ? ഓക്കെ, ദെൻ ഓൾ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ടെക്നിക്കലിന്റെ ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത പോയിന്റിലോട്ട് വരാം കേട്ടോ. നോക്കാം. അപ്പൊ ട്രേഡ് നെയിമിന്റെ വിലയാണ് നമ്മൾ പറഞ്ഞത്. ദെൻ 11th പ്രോബ്ലം നോക്കാം. നോ ക്ലിയർ അഡ്വൈസ് അബൌട്ട് വെൻ ഹൗ ലോങ് ടു ടേക്ക് മെഡിസിൻസ് ഫോർ പേഷ്യൻസ്. അതുപോലെ തന്നെ നമ്മൾ പേഷ്യൻസിന് മെഡിസിൻ കൊടുക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ടുള്ള ഒരു അഡ്വൈസ് കൊടുക്കാതെ വരുന്നത്. എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു അഡ്വൈസ് കൊടുക്കാതെ വരുന്നത്. ചില ഹോസ്പിറ്റലുകൾക്ക് അവര് നമുക്ക് ആ ടാബ്ലറ്റിന്റെ ആ ഒരു എന്താ പറയാ ഷീറ്റിൽ അവര് എഴുതിയിട്ടുണ്ടാകും അല്ലെ? ഒരു നേരം അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുൻപ്, ഭക്ഷണത്തിന് ശേഷം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ചിലർ ചിലപ്പോൾ എഴുതാൻ വിട്ടുപോകും. സോ അതിനുള്ളൊരു ക്ലിയർ ആയിട്ടുള്ള അഡ്വൈസ് കൊടുത്തില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. Then sometimes wrong medicines are given by pharmacist. അല്ലെ? ഈ സംടൈംസിൽ ചിലപ്പോൾ ഫാർമസിസ്റ്റിന് മെഡിസിൻസ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റ് പറ്റാവുന്ന നിങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എക്സ്പീരിയൻസ് ഉണ്ടോ? അതായത് നമ്മള് എന്താ ഫാർമസിയിൽ നിന്ന് മെഡിസിൻ വാങ്ങിച്ചപ്പോൾ മെഡിസിനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മെഡിസിൻ മാറിപ്പോവുകയോ അതവര് സ്വയം മനഃപൂർവ്വം ചെയ്യുന്നതല്ല അല്ലെ? ചിലപ്പോ എന്തെങ്കിലും പെട്ടെന്ന് അങ്ങനെ ഒരു പറ്റിപ്പോയതായിരിക്കാം. എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻ തരുന്നതോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാം. അതൊരു പ്രശ്നമാണ് അല്ലെ? അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് മെഡിസിൻ മാറിപ്പോവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമ്മൾ എപ്പോഴും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കാം. ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇനി നമ്മളിതൊക്കെ പഠിക്കുന്ന ആളുകളാണ്, നമ്മൾ ഹോസ്പിറ്റലൊക്കെ കൂടുതൽ അറിയുന്ന വ്യക്തികളാണ്. സോ ഇപ്പൊ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലോ കുട്ടികൾക്കോ മെഡിസിൻ ഒക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിലും നമ്മൾ മെഡിസിൻ കൊടുക്കുന്നതിന് അത് പൊട്ടിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ആ സെയിം മെഡിസിൻ തന്നെയല്ലേ, ദെൻ അതിന്റെ ഡേറ്റ് ഒന്ന് നോക്കിയിട്ട് മാത്രം അത് ഓപ്പൺ ചെയ്യാം, ദെൻ അത് കൊടുക്കുക. ഓക്കെ, ഡ്രഗ് അലർജി അതുകൊണ്ടാണ് നമ്മളുടെ എല്ലാവരുടെയും നിങ്ങളുടെ ആണെങ്കിലും നമ്മളുടെ എല്ലാവർക്കും നമ്മൾക്കൊരു എന്താ പറയാ ഡോക്ടർ തന്ന മെഡിസിൻ അല്ലേ, ഹോസ്പിറ്റലിൽ നിന്നല്ലേ, അവർക്ക് തെറ്റിപ്പറ്റില്ലല്ലോ എന്നൊരു ചിന്തയാണ് നമുക്ക് എല്ലാവർക്കും. മെഡിക്കൽ ഷോപ്പ് അല്ലേ, അവർക്ക് തെറ്റിപ്പറ്റില്ല, അവർക്ക് എന്താണ്, അവർക്ക് മെഡിസിനെ കുറിച്ച് അറിയാം, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളൊരു ധാരണയാണ് നമ്മളിൽ ഓരോരുത്തർക്കും ഇല്ലേ? നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ നോക്കാറില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ നോക്കാറുണ്ടോ? ഡോക്ടർ എഴുതിയ പേര് തന്നെയാണോ മെഡിസിൻ, ഡേറ്റ് ഉണ്ടോ നോക്കാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും നോക്കുന്നവരുണ്ടാവും കേട്ടോ, ഇല്ലാതെ ഞാൻ പറയണില്ല. എങ്കിലും ഭൂരിഭാഗം പേരുടെ ഒരു ധാരണ അങ്ങനെ തന്നെയാണ് അല്ലെ? എന്താണ്, ഡോക്ടർക്ക് തെറ്റിപ്പറ്റില്ലല്ലോ, അല്ലെങ്കിൽ എടുത്തു തരുന്ന ഫാർമസിയിൽ നിൽക്കുന്ന നഴ്സിന് തെറ്റിപ്പറ്റില്ലല്ലോ എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പൊ ഇനി അങ്ങനെ നോക്കാത്തവര്, ഇതുവരെ അങ്ങനെ നോക്കാറില്ലാത്തവരാണെങ്കിൽ ഇനി നിങ്ങൾ നോക്കണം. ഓക്കെ, ഡേറ്റ് നോക്കാം, മെഡിസിൻ അത് തന്നെയല്ലേ എന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ അത് ഓപ്പൺ ചെയ്യാം. ഇനി എല്ലാവരും നോക്കിയേ, ശ്രദ്ധിക്കില്ലേ? ഓക്കെ,
എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻ കിട്ടിയിട്ടുണ്ട്. നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. നമ്മൾ ധൃതി പിടിച്ച് പെട്ടെന്ന് മെഡിസിൻ അല്ലേ, നമ്മളത് പെട്ടെന്ന് തന്നെ വന്ന് ഓപ്പൺ ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമ്മളാണെങ്കിൽ കഴിക്കും അല്ലെ. അപ്പൊ ഇനി അങ്ങനെ കിട്ടുമ്പോ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾ പഠിക്കുന്നത് ഇതുപോലെ നമ്മൾ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴേ നമ്മൾ ഈ പഠിക്കുന്നത് ജസ്റ്റ് ഒരു എക്സാം വേണം, പരീക്ഷയ്ക്ക് നമുക്ക് നല്ല മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ നിത്യജീവിതത്തിലും കൂടി ഇതൊക്കെ നമുക്കൊരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അല്ലെ. അപ്പൊ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിലും മറ്റുള്ളവരോട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. ഞാൻ ചോദിക്കുകയാണെങ്കിൽ പറയാറുണ്ടോ, നിങ്ങൾ വീട്ടിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അല്ലെ? കുറെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചതിൽ പറയാൻ കേട്ടോ. അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നമ്മൾ പറയണം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങള് നമ്മളൊരു എക്സാം എഴുതി അതിൽ മാത്രം ഒതുക്കാവുന്നതല്ല. നമ്മൾ പറഞ്ഞാലല്ലേ, പറയുമ്പോ നിങ്ങൾക്ക് എന്താണ് ഫീലിങ്സ്? സന്തോഷമല്ലേ? നിങ്ങള് ഞാൻ പഠിച്ചൊരു കാര്യം, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഇന്നൊരു ഡിപ്പാർട്ട്മെന്റ് കണ്ടു, നിങ്ങൾ പഠിച്ചു ആ ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന്, യെസ് പ്രൗഡ് മൊമെന്റ് തന്നെയാണ് അല്ലെ. നമ്മളൊരു ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു, ആ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണുകയാണ്, നിങ്ങൾക്ക് എന്തൊരു സന്തോഷമായിരിക്കും അല്ലെ. ഫുൾ ഫോം ഒക്കെ ഇപ്പൊ പറയാറുണ്ട്. യെസ്, അതൊക്കെ പറയണം. നമ്മള് പഠിച്ചിട്ട് വെറുതെ നമ്മൾ ഫുൾ മാർക്ക് വാങ്ങിച്ച് അതിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മൾ അതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയണം. നമ്മളോട് മറ്റുള്ളവരോടാണെങ്കിലും അവരും ഒന്ന് അറിയണ്ടേ. എന്തായാലും നമ്മളൊരു കോഴ്സ് പഠിക്കാനല്ലേ, എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടെന്ന് അവർക്ക് കൂടി ഒരു തോന്നൽ വരണ്ടേ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പ്രാവർത്തികമാക്കാനും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കെ സാധിക്കും കേട്ടോ. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല ഞാൻ. സംടൈംസ് റോങ് മെഡിസിൻസ് കൊടുക്കാം. ദെൻ ലാസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസഫിഷ്യന്റ് ആൻഡ് അൺക്ലിയർഡ് ടോയ്ലറ്റ്സ്. ആവശ്യത്തിലധികം ടോയ്ലറ്റ്സുകളുടെ എണ്ണത്തിൽ കുറവ്. ഇനി ഉള്ള ടോയ്ലറ്റ്സ് ആണെങ്കിലോ അൺക്ലീൻഡ് ആയിട്ടുള്ളത്, ഒരു വൃത്തിയില്ലാത്തതായിട്ടുള്ള ടോയ്ലറ്റ്സുകൾ, അതും ഒരു പ്രോബ്ലം തന്നെയാണ് അല്ലേ. അപ്പൊ ഇത്രയും പ്രശ്നങ്ങളാണ് സ്പെസിഫിക് ആയിട്ട് വരുന്നത്. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം, ലേറ്റ് ആയിട്ടുള്ളവരൊക്കെ ശ്രദ്ധിക്കണേ. സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് വൺ പറയുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഇനി വായിക്കണ്ടല്ലോ. വായിക്കണോ? പറഞ്ഞാൽ മതിയോ? ഷോർട്ട് ആക്കിയിട്ട് പറയാം. ഡോക്ടറിന്റെ റൂമിൽ നിൽക്കുന്ന ഓക്സിലറീസ് തിടുക്കത്തില്ല ഡോക്യുമെന്റേഷൻ എഴുതുമ്പോൾ അതിലെ മിസ്റ്റേക്കുകൾ സംഭവിക്കാം. രണ്ടാമതായിട്ട് പറയുന്നത്, ഓക്സിലറി സ്റ്റാഫ് പേഷ്യൻസിനോട് മിസ്ബിഹേവിയർ ആയിട്ട്, അതായത് മോശമായിട്ട് മൂടായിട്ടൊക്കെ പെരുമാറുന്നത്. മൂന്നാമത്തത്, ശരിയായിട്ടുള്ള രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്തതിനാൽ ഡോക്ടർ വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ വലിയൊരു ക്യൂ സൃഷ്ടിക്കുക. ദെൻ നാലാമത്തത്, ഡോക്ടറിന്റെ കൺസൾട്ടേഷനും അതുപോലെ ടെസ്റ്റുകൾക്കും വരുന്ന തടസ്സങ്ങൾ. ലാക്ക് ഓഫ് പ്രൈവസി, ഒരു പ്രൈവസി ഇല്ലാതെ വരുന്നത്. ഇലിജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ഡോക്ടേഴ്സ്, ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗിൽ ഇലിജിബിൾ ആയിട്ടുള്ള, വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഹാൻഡ് റൈറ്റിംഗ്. ദെൻ പോളിഫാർമസി, ഒന്നിലധികം മെഡിസിൻസുകൾ കൊടുക്കുക. ക്യൂസ് ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റൈൻഡ്, ക്യൂ ശരിയായിട്ടുള്ള രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് വരാത്തത്. ദെൻ പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ അറ്റ് ഫാർമസി, ഫാർമസിയിൽ എന്താണ് മെഡിസിൻസ്, നമുക്ക് എല്ലാ മെഡിസിൻസും ലഭിക്കാതെ വരിക. യൂസ് ഓഫ് ട്രേഡ് നെയിം യൂസ് ചെയ്യുന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ദെൻ മെഡിസിൻ എപ്പോ കഴിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അഡ്വൈസ് ലഭിക്കാതെ വരിക. ദെൻ റോങ് മെഡിസിൻസ്, ഫാർമസിയിൽ നിന്ന് നമ്മൾ റോങ് മെഡിസിൻസ് കിട്ടുന്നത്. ദെൻ അൺക്ലീൻഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്സ്. ഓക്കെ, ക്ലിയർ ആണോ പോയിന്റ്സുകള്? ഫോർത്ത് പോയിന്റ് ഏതായിരുന്നു? അതായത് ഇപ്പോ ഡോക്ടർ കൺസൾട്ടേഷൻ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ കൺസൾട്ടേഷൻ വരുമ്പോൾ പെട്ടെന്ന് ഡോക്ടർ ചിലപ്പോൾ റൗണ്ട്സിന് പോകും, അല്ലെങ്കിൽ ഒരു സർജറിക്ക് പോകാം. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ, നമ്മളിപ്പോ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ചിലപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യാൻ പോയി, ചിലപ്പോൾ ആ ടൈമിൽ ആ ഒരു സ്കാനിങ് മെഷീൻ വർക്ക് ചെയ്യാതെ വരിക, അങ്ങനെയുള്ള തടസ്സങ്ങൾ. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കി, സ്പെസിഫിക് പ്രോബ്ലംസ് വായിച്ചു നോക്കുക. ഓരോ പ്രോബ്ലം മനസ്സിലാക്കി വായിക്കാനോ. സെവൻത് പോയിന്റ്, പോളിഫാർമസി, അതായത് എന്താണ്?
ഒന്നിൽ കൂടുതൽ ഒരുപാട് മെഡിസിൻസുകൾ പേഷ്യൻസിന് കൊടുക്കുമ്പോൾ അത് പേഷ്യൻസിന് കൺഫ്യൂഷൻ വരുത്താൻ ചാൻസ് ഉണ്ട്. മൂന്നാമത് എന്തായിരുന്നു പറഞ്ഞത്? അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിൽ പോരായ്മ. പ്രോബ്ലംസ് പഠിക്കണോട്ടോ. ജനറൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്, സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഏതൊക്കെയാണ് ഇത് മനസ്സിലാക്കി പഠിക്കാം. ഇത് ബൈഹാർട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ 1-2 പ്രാവശ്യം 5 പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞു. ഓക്സിലറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായികയായിട്ടുള്ള അതായത് ഇപ്പോ OP അസിസ്റ്റന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഡോക്ടറിന്റെ റൂമിൽ ഉണ്ടാകുന്ന അസിസ്റ്റന്റ്, OP അസിസ്റ്റൻസുകൾ. ഓക്സിലറി എന്ന് വെച്ചാൽ സഹായകമായിട്ടുള്ള വ്യക്തികള്, സഹായികളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്സിലറി വെർബ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഇംഗ്ലീഷില് പഠിച്ചിട്ടുണ്ടോ? ഗ്രാമറില് ഓക്സിലറി വെർബ്, സഹായക ക്രിയ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടോ? സെയിം ജനറാണ് ഉദ്ദേശിക്കുന്നത്. ആ സെയിം പേരിലുള്ളത്, അതായത് എന്താ പറയാ, കമ്പനിയുടെ ട്രേഡ് കമ്പനി മാറാതെ ആ സെയിം ജനറിക് ആയിട്ടുള്ള നെയിം, കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ. ഇപ്പൊ പാരസിറ്റമോൾ ആണെങ്കിൽ ആ സെയിം നെയിമിൽ തന്നെ കൊടുക്കാന്ന്. അപ്പൊ കമ്പനി മാറുമ്പോൾ ചിലപ്പോൾ അതിന്റെ നെയിമിലും വ്യത്യാസം വരുന്നു, ആ ജനറ മാറുന്നു. അതായത് കമ്പനിയുടെ പേരുകൾ തമ്മിൽ മാറരുതെന്ന്, കൃത്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പേരുകൾ തന്നെ ഉപയോഗിക്കാന്ന്. വായിച്ചെല്ലാവരും കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. വായിച്ച് ഓരോ പോയിന്റ് വായിച്ച് മനസ്സിലാക്കി വായിക്കുക. ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മളെല്ലാവരും ഒരേപോലെ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. 7ാമത്തെ പോയിന്റ് ഏതായിരുന്നു? അതായത് പഴയതായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഫയലിംഗ് സിസ്റ്റം ഒക്കെ ഉപയോഗിക്കുന്നത്, അതൊരു പ്രോബ്ലം ആണ്. then അതിന് മാറ്റങ്ങൾ വരുത്തണം എന്ന്. കംപ്ലീറ്റ് ചെയ്ത് വായിക്കുന്നവര് 4th പോയിന്റ് ഏതെല്ലാം 4th ആയിരുന്നു? സ്പെസിഫിക് ആണോ? സ്പെസിഫിക് പ്രോബ്ലത്തിലാണോ? അതിൽ പറയുന്നത് ഇന്ററപ്ഷൻസ്, തടസ്സങ്ങള്, കൺസൾട്ടേഷനുള്ള തടസ്സങ്ങള്. ഞാൻ നേരത്തെ പോയിന്റിൽ പറഞ്ഞായിരുന്നു, ഇപ്പൊ ഡോക്ടറെ കാണാനിരിക്കുമ്പോൾ ഡോക്ടർ ചിലപ്പോൾ ഒരു 10 പേഷ്യന്റ് നോക്കിക്കൊണ്ട് എന്താണ് റൗണ്ട്സിന് പോകും. അപ്പൊ ഒരു തടസ്സമാണ് അത്, അല്ലേ? പിന്നെ അതുപോലെ ഇൻവെസ്റ്റിഗേഷനിൽ നമ്മളിപ്പോ ഒരു ടെസ്റ്റ് ചെയ്യാൻ പോയി എന്ന് വിചാരിക്കാം, ചിലപ്പോൾ അവിടെ മെഷീൻ വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, മെഷീൻ വർക്ക് ആവാതെ വരികയോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ഒരു തടസ്സങ്ങളാണെന്ന്. പ്രൈവസി ഇല്ലാതെ വരിക, നമ്മൾ പറഞ്ഞല്ലോ, ഒരു വലിയൊരു റൂമിലാണെങ്കിൽ ഡോക്ടർ ഇരിക്കും, അപ്പൊ ഓപ്പൺ ആയിട്ട് നമ്മൾ ചികിത്സിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ.
ഓക്കെ, അപ്പൊ നമ്മള് ഇന്നെടുത്തത് പ്രോബ്ലംസ് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ജനറൽ ആയിട്ടുള്ള OPD പ്രശ്നങ്ങളും അതുപോലെ തന്നെ എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, 2 പ്രോബ്ലംസ് ആണ് പറഞ്ഞു കഴിഞ്ഞത്. ദെൻ മാക്സിമം അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണു, കാരണം അത് 2 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്തു. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് മെത്തേഡ്സ് ടു സോൾവ്. ഇപ്പൊ നമ്മൾ 2 രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു അല്ലെ? ജനറൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങളും. ഇനി നമ്മൾ ഈ പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, അതാണ് അടുത്ത ഭാഗത്തിൽ വരുന്നത്. ഈ പ്രശ്നങ്ങൾ ഈ 2 രീതിയിലുള്ള, അതായത് കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഇതിനെയെല്ലാം സോൾവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇനി നമ്മൾ പ്രോബ്ലംസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക്കുള്ള 3ാമത്തെ പ്രോബ്ലമോ ഏതായിരുന്നു? അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിൽ ശരിയായിട്ട് വന്നില്ലെങ്കിൽ ഒരുപാട് നീണ്ട ക്യൂ ഒക്കെ സംഭവിക്കാം. ഓക്കെ, എടുത്തത്രയും ക്ലിയർ ആണോ? പ്രോബ്ലംസ് ഒക്കെ ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പറയാം. ഒന്നുമില്ല. ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? പഠനമൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാവരുടെയും പഠിക്കണൊക്കെ ഉണ്ടോ? ക്ലാസ് ക്ലിയർ ആയില്ല. നാളത്തെ ക്ലാസ് ഉണ്ടാവില്ലല്ലോ, അപ്പൊ നാളത്തെ ക്ലാസ് ശനിയാഴ്ചക്ക് ഉണ്ടാവും. നാളെ ഹോളിഡേ അല്ലേ? നാളെ ക്ലാസ് വേണോ? ശനിയാഴ്ചക്ക് ഉണ്ടാവോന്ന്? നാളത്തെ ക്ലാസ് ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് എക്സ്ട്രാ സാറ്റർഡേ ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ നേരത്തെ അറിയിക്കും. ഓക്കെ, മാഡം ഒരു ഡൗട്ട്. ചോദിച്ചോളൂ. ഈ നമ്മുടെ ഈ PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ചാല് ഇതിന്റെ ഡിപ്ലോമ അല്ല, PG ഡിപ്ലോമയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് PG ഡിപ്ലോമ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാജുവേഷൻ എടുക്കാതെ നേരെ പോസ്റ്റ് ഗ്രാജുവേഷനിലോട്ട് പോകാൻ പറ്റുമോന്ന്, അതാ ഡൗട്ട്. ഇപ്പൊ ഡിപ്ലോമയിലാണോ ചേർന്നിരിക്കുന്നത്? അതെ, അതിപ്പോ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ PG ഡിപ്ലോമ ആക്കിയെന്ന് വെച്ചോ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓഫീസിൽ നിങ്ങൾ വിളിച്ചില്ലേ, ആ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. അയ്യോ അതല്ല മാഡം, അതല്ല ഡൗട്ട്. അതല്ല. അപ്പൊ പിന്നെ ഗ്രാജുവേഷൻ എടുക്കാതെ നേരെ പോസ്റ്റ് ഗ്രാജുവേഷന് പോകാൻ പറ്റുമോന്ന്? +2 ബേസ് ആണ്, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അല്ല, ഇതിപ്പോ +2 ബേസിലാണല്ലോ ഈ PG ഡിപ്ലോമ എല്ലാം വരുന്നത്. പക്ഷെ സാധാ അല്ലാത്ത PG ഡിപ്ലോമകളെല്ലാം ഡിഗ്രി കഴിഞ്ഞിട്ടാണ്, അല്ലാത്ത PG ഡിപ്ലോമകളെല്ലാം. അപ്പൊ ഇതിപ്പോ +2 ബേസ് ആണല്ലോ, അതുകൊണ്ട് ഗ്രാജുവേഷൻ ഇല്ലാതെ PG ഡിപ്ലോമ എടുത്താൽ നേരെ പോസ്റ്റ് ഗ്രാജുവേഷന് പോകാൻ പറ്റുമോന്നാ എന്റെ ഡൗട്ട്. PGക്ക് പോകാൻ പറ്റുമോ? PGക്കാണോ ജോയിൻ ചെയ്തിരിക്കുന്നത്? അങ്ങനെയാണോ ചെയ്തേക്കുന്നത്? ഞാൻ PG ഡിപ്ലോമ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്ലാനാണ്. എക്സ്റ്റെൻഡ് ചെയ്യാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കയറിയായിരുന്നോ? ഇൻട്രോ ക്ലാസ്സിൽ കയറിയായിരുന്നു, പക്ഷെ അതിൽ ഇത് പറയുന്നതായിട്ട് കേട്ടില്ല. ഓക്കെ, അതൊന്ന് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യാനാണ് അല്ലെ? PG ഡിപ്ലോമയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് പ്ലാൻ. അതല്ല എന്റെ ഡൗട്ട്, അതല്ല. ഓക്കെ, മനസ്സിലായി, ക്ലിയർ ആയി. ഞാനത് ക്ലിയർ ആക്കി തരാം. ഓക്കെ, അടുത്ത ദിവസം ഞാൻ ക്ലിയർ ചെയ്ത് തരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ. ഓക്കെ. പിന്നെ വേറൊരു ഡൗട്ട്. ഇപ്പൊ ഈ BBA, ഇതിന്റെ തന്നെ BBA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടല്ലോ. BBA അതിന്റെ തൊട്ട് താഴത്തെ ആണല്ലോ PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഇത് ഇവരുടെ രണ്ടുപേരുടെയും ജോലി സാധ്യത നോക്കുവാണെങ്കിൽ എങ്ങനെയാ, ഏകദേശം ഒരുപോലാണോ? ജോലി സാധ്യതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ കിട്ടണമെന്നില്ല. ഇപ്പൊ ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പല രീതിയിൽ, ഞാൻ പറഞ്ഞപ്പോ MRD കയറാം, മെഡിക്കൽ റെക്കോർഡിൽ കയറാം, ഇൻഷുറൻസിൽ കയറാം, അങ്ങനെ പല സെക്ഷനിലായിട്ടായിരിക്കും. മാഡം, ഈ ഹോസ്പിറ്റലിൽ അല്ലാതെ ഹെൽത്ത് ഇൻഷുറൻസിൽ അങ്ങനെ കയറാൻ പറ്റുമോ ഈ കോഴ്സ് പഠിച്ചാൽ? ഹോസ്പിറ്റലിൽ തന്നെ ഇൻഷുറൻസിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുമല്ലോ. അതുണ്ട്. അല്ലാതെ ഈ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ,
അങ്ങനെയൊക്കെ ഉള്ളിടത്ത് കയറാൻ പറ്റുമോ? പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മള് അതല്ല അവിടെ കയറാം അല്ലേ? അവിടെയും വേണേ കയറാം അല്ലേ? കേറാം. അത് നമുക്ക് ഡിഗ്രി ലെവൽ ഉണ്ടെങ്കിലും അങ്ങനെയുള്ള പ്രൈവറ്റ് ഇൻഷുറൻസിന്റെ ഇതില് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കയറാം. കാരണം അവിടെ കൂടുതലും എന്താണ് ക്ലയന്റിനെ പിടിക്കുക അല്ലെങ്കിൽ ക്ലയന്റ്സിന്റെ ആ ഒരു സെക്ഷനിൽ നമുക്ക് എന്താ പറയാ ഹോസ്പിറ്റലിന്റെ ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ല ഇതുണ്ടെങ്കിലും അതല്ലേ ചോദിച്ചേ, ഇതുണ്ടെങ്കിലും അപ്പൊ കേറാമല്ലോ. കേറാം, കുറച്ചും കൂടി പ്രിഫറൻസ് നമുക്ക് കിട്ടും. ഓ ഞാനിപ്പോ ഓൾറെഡി ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്ലാനില്ല, PG ഡിപ്ലോമ ആയിട്ട്. ഓക്കെ. അപ്പൊ അതൊന്ന് കോണ്ടാക്ട് ചെയ്തൊന്ന് നോക്കൂ, നമ്മുടെ ഓഫീസിലൊന്ന് കോണ്ടാക്ട് ചെയ്യാം. അതല്ല മേഡം, അപ്പൊ ഈ ജോലി സാധ്യതകൾ ഏകദേശം ഒരുപോലാണോ ഈ ഗ്രാജുവേഷനും PG ഡിപ്ലോമയ്ക്കും വരുന്നത്? ജോലി സാധ്യതകൾ ഉണ്ട്. ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമുക്കിപ്പോ നിങ്ങൾ ഒരു ഡിഗ്രി ലെവലിൽ ഒരു ഇന്റർവ്യൂവിന് പോയ വ്യക്തിയും ആ ടൈമിൽ തന്നെ ഒരു PG കംപ്ലീറ്റ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി പ്രിഫറൻസ് ആ PG ഉള്ളവർക്കല്ലേ നമുക്ക് ലഭിക്കുള്ളൂ. എന്നാലും ഈ PG ഡിപ്ലോമക്കാർക്ക് കിട്ടുന്ന ജോലികളൊക്കെ അപ്പൊ ഏതൊക്കെയായിരിക്കും മാഡം? ഈ നിങ്ങൾ ഒത്തിരി ജോലി സാധ്യത ഇതിൽ തന്നിട്ടുണ്ടല്ലോ, ഈ നമ്മുടെ സിലബസിന്റെ കൂടെ തന്നെ ജോലി സാധ്യതകൾ എന്ന് പറഞ്ഞ് കുറെ തരുന്നുണ്ടല്ലോ. ഇതില് ഏതൊക്കെ ജോലിയായിരിക്കും അപ്പൊ PG ഡിപ്ലോമക്കാർക്ക് പ്രത്യേകം കിട്ടുന്നത്? വെച്ചാൽ നമ്മുടെ സ്കിൽസിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് പോകുന്നത് അതനുസരിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്ലാസ്സിലൊന്ന് ക്ലിയർ ചെയ്യാം, കാരണം നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാറായി, ടൈം പോയി. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Bye. Thank you.